2001 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF വീണ്ടും അധികാരത്തിലെത്തി. മുൻ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയെ മാറ്റി നിർത്തിയാണ് VD സതീശനെ അന്ന് പ്രതിപക്ഷ നേതാവായി സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും ചേർന്ന് അവരോധിച്ചത്. അന്ന് സോണിയാഗാന്ധി സതീശനോട് പറഞ്ഞിരുന്നു, എന്ത് ത്യാഗം സഹിച്ചും UDFനെ അടുത്ത തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിലെത്തിക്കണം. UDF അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി VD സതീശനായിരിക്കും. ഈ വാക്കിന്റെ ഒറ്റ ഉറപ്പിലായിരുന്നു VD സതീശന്റെ കഴിഞ്ഞ 5 വർഷത്തെ പ്രതിപക്ഷ നേതാവെന്ന നിലയിലുള്ള പ്രവർത്തനം. രണ്ടാം പിണറായി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ പല്ലും നഖവും ഉപയോഗിച്ച് സഭയ്ക്കകത്തും പുറത്തും വൻ പ്രക്ഷോഭമാണ് VD സതീശന്റെ നേതൃത്വത്തിൽ അരങ്ങേറിയത്. UDFുമായി അകന്നുനിന്ന എല്ലാ സാമുദായിക ശക്തികളെയും ഒപ്പം കൂട്ടി വൻ വിജയമാണ് ഈ തെരഞ്ഞെടുപ്പിൽ സതീശന്റെ നേതൃത്വത്തിൽ ടീം UDF നേടിയത്. ആദ്യ 10 ദിവസം കുറച്ച് അനിശ്ചിതത്വങ്ങൾ ഉണ്ടായെങ്കിലും അവസാനം VD സതീശന് തന്നെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് തീരുമാനിച്ചു. ചുരുക്കം പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയും സോണിയാഗാന്ധിയും VD സതീശന് കൊടുത്ത വാക്ക് പാലിച്ചു എന്നുള്ളതാണ് ചരിത്രമായി മാറുന്നത്. ഇത് UDFിലെ പുതു തലമുറ നേതാക്കൾക്ക് വളരെ ആവേശമാർന്ന കാഴ്ചയാണ് ഭാവിയിൽ കാണാൻ സാധിക്കുന്നത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.